ചവിട്ടി ചാടിയാക്കി. വെൽക്കം ടു ജെഡി വ്ലോഗ്സ്. ഇന്നത്തെ നമ്മള് പരിപാടി ഷവർമ്മ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഷവർമ്മ ഏത് രാജ്യത്തെ ഫുഡാണ്? ഞാനറിയണം. അത് പറഞ്ഞത് ഷവർമ്മ വാങ്ങിച്ചു തരും. പറഞ്ഞത് വാങ്ങിച്ചല്ലോ, ഞങ്ങൾ മാത്രം കഴിക്കും. എന്നാ ചോദിക്കി പറയാം. അത് ചോദിച്ചല്ലോ ഏത് രാജ്യത്തെ ഫുഡാണ്. ഷവർമ്മ ഇവിടുത്തെ കാര്യന്റെ അല്ലേ? മനസ്സിലായില്ലേ? ഇന്ത്യ അല്ലെന്ന് എനിക്കറിയാം. പിന്നെ തമിഴ്നാടും അല്ല. പൊട്ടൻ. നമുക്ക് ഐശ്വര്യമായിട്ട് 4 ചായ അത് കുടിച്ചാലേ എനിക്ക് ചിന്തിക്കാൻ പറ്റും. അതൊരു 5 ചായ. 5 ചായ. ഷവർമ്മ എനിക്ക് തോന്നുന്നു അമേരിക്കയാണ്. ഷവർമ്മയിൽ എന്തൊക്കെ ഇടും? കേബേജ്, മയണൈസ്, ചിക്കൻ കഴിഞ്ഞു. ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കയ്യിൽ തരും. അതാണ് ഷവർമ്മ. അതായത് ഇതൊക്കെ മിക്സ് കവറിട്ട് റുമാലി. ഇതൊന്നും അറിയില്ല, തിന്നും കിട്ടി. ഞാൻ പറഞ്ഞൂല. പറഞ്ഞു ഞാൻ കേട്ടില്ല. അതങ്ങനെയാണല്ലോ, അങ്ങനെ വരും. ചോദ്യം ചോദിച്ച ഉത്തരം പറയും. ഷവർമ്മ അറബിക് ഫുഡ് അല്ല, ടർക്കിഷ് അല്ല, ടർക്കിഷ് ആണ്. അല്ല, മറ്റേ ചാറ്റ് ജിപിടി അടിച്ചു ഡീറ്റെയിൽ അബൌട്ട് ഷവർമ്മ. അതിൽ വന്ന ആ സാധനമാണ് ഇത്. ടർക്കിഷിന്റെ ഐറ്റമാണ് ഷവർമ്മ. വേറെ ചോദിക്കാൻ വെച്ച ചോദ്യങ്ങളൊന്നും ചോദിക്കണോ? വേറെ ചോദ്യങ്ങൾ സമയം കിട്ടിയില്ല, ഒറ്റ ചോദ്യമാണ്. അല്ല, നമ്മൾ തിരിച്ച് ചോദിക്കാൻ തുടങ്ങിയ ചോദ്യങ്ങളൊന്നും ഇല്ലല്ലേ? അങ്ങനെയല്ല, ചോദ്യം ചോദിക്കും, ഉത്തരം ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതൊരു ചോദ്യ ഉത്തരം കളിയാണ്. നീ ചോദിക്കേ. ചായ റെഡി. ചായ എടുത്തിട്ട് തോറ്റ എടുത്തിട്ടോ. തോറ്റ് തോൽവിക്കും മടുക്കും. ഗ്ലാസിന്റെ പൈസ എക്സ്പീരിയൻസ് ഉണ്ട്. ആ ചായ പിടുത്തം കണ്ട പെട്ടെന്ന് പണ്ടത്തേക്ക് ഓർമ്മ. അഞ്ചെണ്ണല്ലേ പറഞ്ഞ? നിന്റെ കോളേജ് ലൈഫിൽ ഒരു ദിവസം എങ്ങനെയാണ് നിന്റെ ഫുഡ് മെനു? അത് മെനു ആയിട്ടൊന്നുമില്ല. അവിടെ പറയാൻ പറ്റില്ല. എന്താണോ അവിടെ വായിക്കുന്നത് അത് കിട്ടും. എന്താണോ ഞാൻ പറഞ്ഞോളാം. എന്റെ ഉത്തരവാണ്, ഞാൻ പറഞ്ഞോളാം. 100 രൂപയിൽ ഒതുക്കണം, അതാണ് എന്റെ ഫുഡ്. രാവിലെ 8:30 എണീറ്റ 8:45 പോയിട്ട് ഒരു ദോശ അല്ലെങ്കിൽ പുട്ട്. 20 രൂപ. പുട്ടാണെങ്കിൽ 15, ദോശ ആണെങ്കിൽ 2 മണിക്ക് 20, 3 മണിക്ക് 30. അത് കഴിഞ്ഞില്ലേ ഉച്ചക്ക് മറ്റേ ഊണ് 50 രൂപ. അപ്പൊ എത്ര? 70. വൈകുന്നേരം ചെലപ്പോ ചായ, അതില്ലെങ്കിൽ ഇവിടെ പറയണ്ട. അത് അല്ലെങ്കിൽ രാത്രി കഴിക്കാൻ എന്താണ്, 2 പൊറോട്ടയോ അല്ലെങ്കിൽ ബിരിയാണി. റൈസ് 30 രൂപയ്ക്ക് റൈസ്. ഒമാനിൽ എന്തായിരുന്നു ഭക്ഷണ രീതികൾ? രാവിലെ 8 മണിക്ക് കഴിച്ചപ്പോൾ രാത്രി 12 മണിക്ക് കഴിക്കും. അതെങ്കിലും 2 പൊറോട്ടയോ. സാധനം മനസ്സിലായില്ല, പക്ഷെ കാശില്ലാത്തതുകൊണ്ട് പിന്നെ രാത്രി അല്ല, അങ്ങനെ ഒരു സാധനമായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പോയി 3 ലക്ഷം രൂപ കടമായി. അവിടെ വരേണ്ടി വന്നു. ബുദ്ധിമുട്ടി പട്ടിണി കിടന്ന് ഇതായി, ഒരു കാര്യം ഇല്ലാണ്ട് പോയി. ആരുടെ അടുത്താ പറയുന്നത്? എന്തേലും അങ്ങനെ കൂട്ടുകാരില്ല, കുടുംബമില്ല, സന്തോഷമില്ല, ഒന്നുമില്ല. ഒരുപാട് സങ്കടങ്ങളോട് മാത്രം ജീവിച്ചു പോയ പ്രവാസ ജീവിതം ഉണ്ടായിരുന്നു നമുക്കൊക്കെ. 3 മാസം പോയിട്ടുണ്ട്. 2 വർഷം പണിയെടുത്ത് അവിടെ ഡിസംബറിന് പോയി. അല്ല, 1 വർഷമില്ല. അല്ല, പറഞ്ഞതല്ലേ, സമ്മതിക്കില്ല അല്ലേ? മനുഷ്യൻ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാന്ന് പറയുമ്പോ അതിന്റെ ഞാൻ മനസ്സുകൊണ്ട് ഡയറ്റ് എടുക്കണം വിചാരിച്ചു. 4 പേര് വന്നു, ഡയറ്റാ പോയി. സത്യം, ഞാൻ ഇന്നലെ മുതൽ ഡയറ്റ് ആയിരുന്നു. ഞങ്ങളെ പറഞ്ഞില്ല ഇത് വേണം വെച്ച് കഴിക്കാൻ. കഴിക്കില്ലേ?
ഷവർമ്മ കോമഡി കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ബർഗറിന്റെ കോമഡി. ആ ഇനി ബർഗർ ഉണ്ട്, അത് വേണം. അതെവിടുത്തെ ഫുഡാണ്? ആ KFC ഒരാളാണ്, KFC ഒരാളാണ് എല്ലാം ഉണ്ടാക്കിയത് എനിക്കറിയാം. എന്തുണ്ടാക്കിയത്? അല്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ബർഗറും കാര്യങ്ങളും പണ്ട് ബണ്ണാ? എന്താ ഉദ്ദേശിച്ച്? ഇത് കഴിഞ്ഞിട്ട് മറ്റേ ഇവന് ഇംഗ്ലണ്ടിൽ പോണത് ബാംഗ്ലൂർ. നമ്മൊരു അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ സിനിമ കണ്ടിട്ട് പോകണം വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അവിടെ വലിയ ബർഗർ കിട്ടും. എന്താ ബാംഗ്ലൂരിൽ തന്നെ ജോലി നോക്കണം, അവിടെ വലിയ ബർഗർ കിട്ടുന്നു. ചെന്നൈയിൽ അതിലും വലിയ ബർഗർ ഉണ്ട്. പക്ഷെ അവിടെ ഒരു കേൾക്കുമ്പോ ഒരു സുഖമില്ല. പറയുമ്പോ ഒരു സുഖമില്ല. എവിടെയാണ്? ചെന്നൈ, മറ്റേ ബാംഗ്ലൂർ പവർ. അല്ലെങ്കിൽ ഞാൻ ഏട്ടന്റെ പിന്നാലെ. ഇത് വാല. ലണ്ടനാ? ലണ്ടൻ? UK UK യിലേക്ക് പോയി. അവിടെ പോണേ വിവരവും വിദ്യാഭ്യാസവും കൂടെ IITs ഒക്കെ പാസ്സാവും. എന്റെ ഏട്ടൻ പോയില്ലേ? ഏട്ടനേ പോയി. ഏട്ടനെ പോയി. എനിക്ക് പോയാ ഏട്ടന് കുറച്ചെങ്കിലും വിവരമുണ്ട്. എനിക്ക് അതിരെ കാട്ടിയുണ്ട്. എവിടെ? ഞങ്ങളെ തരം കണ്ടിട്ടില്ല. അവരാണെങ്കിൽ വിദ്യാഭ്യാസവും വിവരമുണ്ട്, ഇവിടെ വിദ്യാഭ്യാസമില്ല വിവരമില്ല, രണ്ടുമില്ല. VFXൽ വരുന്നുള്ളൂ. ഒന്നാമത്തെ മഴയായിട്ടൂടെ ആൾക്കാരൊന്നും വയ്യ, അതിന്റെ അടുത്ത് മുഖത്ത് വന്നിട്ട് ഇനി മറ്റുള്ളവർക്ക് കൂടെ എത്തി. തരാലോ ഇത്ര നേരം ശ്രദ്ധിച്ചാ എന്തെങ്കിലും കോമഡി പറയാൻ പറയുമ്പോ ചുമക്കും. സ്കൂളിൽ ജിതിന്റെ ഉത്തരം പറയും. ഓക്കെ, അതാണ് തുറക്ക് എടുക്കത് കഴിക്കടാ. ഞങ്ങ ചിനിക്ക് വേണ്ട പറഞ്ഞു. എനിക്ക് ടൈമായി. ടൈമായിന്നാ? ഡേറ്റ് സമയല്ലേ? അല്ല, അതില് ചിലപ്പോ മറ്റേ കോലൊക്കെ ഉണ്ടാവും, വായിൽ ഇങ്ങനെ കുത്തി നിൽക്കുമ്പോ കഴിക്കുമ്പോ. ഓ എന്താ ചൂടാ കടിച്ചാ? ബർഗറിന്റെ ആവശ്യത്തിൽ പല്ലൊക്കെ കടിച്ചോ? എന്ത് കടിച്ചത്? കണ്ടില്ല. ആരാ മണ്ടൻ? എന്ത് വെച്ചാലും കവിള് കടിക്കാം ആദ്യം. ആദ്യം അത് കടിക്കാനറിയി പോവാണ് സമാധാനത്തില്. ആരും എടുക്കില്ല, അവന്റെ കാര്യം പറയണ്ടല്ലോ. ഇത് ഞാൻ ഒരു കടി കൂടെ കടിക്കും. ഒന്നോ രണ്ടോ കഴിക്കും. അതോടെ ബർഗർ ശരിയാണോക്ക് എനിക്കാണെങ്കിൽ മതി. ഇത് തന്നെ നോക്കുന്നുണ്ട്. ഈ അപ്പോട്ട് ഒരു കടി കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒരു കടി പിടിച്ച കഴിഞ്ഞാ സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ ഏട്ടൻ രണ്ടു കടി കഴിച്ച് കഴിഞ്ഞു. എന്താണ് JCB ഒറ്റ തോണ്ടല്ലേ കഴിഞ്ഞു. ഒരു ബർഗർ കഴിക്കാൻ ഇത് എന്തൊക്കെ കാണിക്കുന്നത്? ഇത് എങ്ങനെ ബർഗർ കഴിക്കാം? അണ്ണാക്കിന്ന് എടുത്തിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊരു ബർഗർ കഴിക്കാൻ അറിയില്ല. ഒരു ബർഗർ കഴിക്കാൻ അറിയില്ല. അപ്പൊ അമ്മാന്റെ പട്ടിണിയായിരുന്നു.